ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി LPPൻ്റെ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ, അതായത് LPP നമുക്ക് സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡാണുള്ളത്, ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് സിംപ്ലക്സ് മെത്തേഡ്. അതിൽ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക അത് രണ്ട് വേരിയബിൾ മാത്രം വരുന്ന കേസസിലാണ്. LPP ഇൻവോൾവിംഗ് 2 variables can be solved by graphical method. ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, അതേപോലെ തന്നെ ഈസി, നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്ന മെത്തേഡാണ് ഏത് വരിക, ഗ്രാഫിക്കൽ മെത്തേഡ്. പക്ഷെ രണ്ട് കൂടുതൽ വേരിയബിൾ വരികയാണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഓരോ കൺസ്ട്രെയിൻറ്റ്, ഈച്ച് കൺസ്ട്രെയിൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കൺസ്ട്രെയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റെപ്സ് ഫോർ സോൾവിങ് LPP ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇങ്ങനൊരു 7 സ്റ്റെപ്പാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് സോൾവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലേറ്റ് ദി പ്രോബ്ലം ഇൻ ടു LPP. അതായത് നമുക്ക് LPP, അതായത് മാത്തമാറ്റിക്കലി LPP നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ടാണ് ഉള്ളതെങ്കിൽ അതിലൊന്നും ചെയ്യേണ്ട. നെക്സ്റ്റ് എന്താക്കി എഴുതുക, ആ ഓരോ ഇൻഇക്വാലിറ്റിയും ഒരു ഈക്വാലിറ്റി ആയിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ വഴിയെ ഒരു ഗ്രാഫ് വരച്ച്, അതായത് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ പറയാം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സോൾവ് ദി ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യേണ്ടത് എന്താണ്, മാക്സിമൈസ് z ഈക്വൽ ടു 60x1 പ്ലസ് 40x2. രണ്ട് വേരിയബിളാണ് ഉള്ളത്, x1 x2. ഇവിടെ മാക്സിമൈസ് z ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്, അതായത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്, നമുക്ക് 3 സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ആണുള്ളത്. 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35. പിന്നെ ഉള്ളത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിനെ നമ്മൾ എന്താക്കി എഴുതുക, ഇക്വേഷൻ ആക്കി എഴുതുക. ഇത് ഇൻഇക്വാലിറ്റി ആണ്, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ ഇപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അങ്ങനെ തന്നെ അല്ല, ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാം. ഓക്കെ, ഇങ്ങനെ വരുന്ന കൺസ്ട്രെയിൻസിനെ നമ്മൾ ആദ്യം ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷനിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് എങ്ങനെ എഴുതാം, 2x1 പ്ലസ് x2 ഈക്വൽ ടു 60, അതേപോലെ തന്നെ x1 ഈക്വൽ ടു 25, അടുത്തത് x2 ഈക്വൽ ടു 35. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് നമ്മളെ ആക്സിസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കൺസ്ട്രെയിനെ നമ്മൾ എന്താക്കി മാറ്റി, ഇക്വേഷനാക്കി മാറ്റി. ഇനി ഓരോ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ ഓരോ സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ഓക്കെ, അതാണ് നമ്മളെ നെക്സ്റ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗ്രാഫ് വരക്കുന്നത് ഇവിടെ ഏതായിരുന്നു കൺസ്ട്രെയിൻ, 2x1 പ്ലസ് x2 ഈക്വൽ ടു 60. ഈ ഒരു കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഗ്രാഫ് വരക്കണം. അപ്പോൾ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് മിനിമം ഒരു 2 പോയിന്റ്സ് എങ്കിലും നമുക്ക് കിട്ടിയാൽ മതി ഗ്രാഫ് വരക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വേരിയബിളിന് 0 കൊടുക്കുക. വെൻ x1 ഈക്വൽ ടു 0, x1ന് ഈ ഇക്വേഷനിൽ 0 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, x1 0 എന്ന് പറയുമ്പോൾ എന്താണ്, 2 × 0 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 60. 2 × 0 എന്ന് പറയുമ്പോൾ എന്താണ്, 0 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 60. അപ്പം x1ൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് x2ൻ്റെ വാല്യൂ എന്താ വരുന്നത്, 60 ആണ്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് എത്രയാണെന്ന് കിട്ടി, 0, 60. അറ്റ്ലീസ്റ്റ് 2 പോയിന്റ്സ് എങ്കിലും നമുക്ക് കിട്ടിയാൽ മതി ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് സിംപ്ലസ്റ്റ് വേ ആണ്, ഇത് x1ന് 0 കൊടുക്കുക എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ്, ഒരുപാട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. നെക്സ്റ്റ് എന്ത് ചെയ്യുക, വെൻ x2 ഇസ് ഈക്വൽ ടു 0, x2ന് എന്ത് നമ്മൾ കൊടുക്കുക, 0. ഈ ഇക്വേഷനിൽ x2 0 കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക, 2x1
പ്ലസ് x2ന് 0 കൊടുക്കുക ഈക്വൽ ടു 60. ഇതിൻ്റെ നമുക്ക് എന്ത് വരും? 2x1 ഈക്വൽ ടു 60, വിച്ച് ഇംപ്ലൈസ് x1 ഈക്വൽ ടു 2x1 60 ആണെങ്കിൽ x1 എന്ത് വരും? 60 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 30. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡേർഡ് വെയറിൽ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? x1ൻ്റെ വാല്യൂ ആണ്, അതായത് 30 0. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി. ഏതൊക്കെയാണ്? 0 60 എന്നുള്ള പോയിന്റും 30 0 എന്നുള്ള പോയിന്റുമാണ് നമുക്ക് കിട്ടിയത്. ആ രണ്ട് പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ഓക്കെ, ഫസ്റ്റ് കൺസ്ട്രെയിൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ആക്സിസ് കൊടുക്കുക, x1 ആക്സിസും x2 ആക്സിസ്. ഇവിടെ രണ്ട് വേരിയബിൾ x1 x2 തന്നതുകൊണ്ടാണ് ഇത് ഹൊറിസോണ്ടലായിട്ട് വരുന്നത് x1ഉം വെർട്ടിക്കലായിട്ട് വരുന്നത് എന്താക്കി എടുക്കുക? x2 ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് 0 60 30 0. അപ്പോൾ 0 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0, ഇവിടെയാണ് നമ്മൾ 0 ഇരിക്കുന്നത്. 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 60, 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 60 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുക, 0 ഇവിടെയാണ് വരുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 60 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ പോയിന്റ് മാർക്ക് ചെയ്യുക, അതായത് 0 60 ഇങ്ങനെ ഒരു ക്രോസ് ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്യുക. പോയിന്റ് എന്താണ്? 0 60. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഏതായിരുന്നു? 0 60യും 30 0 ആണ് വേണ്ടത്. അപ്പോൾ 30 x1ലാണ് വരുന്നത്. അപ്പോൾ 30 ഇവിടെയാണ്, 30 കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ്. 0 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ലൈനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 30 0. അങ്ങനെ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ബ്രാക്കറ്റിൽ അതിൻ്റെ പോയിന്റ് 30 0 അതാണപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് അവിടെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ രണ്ട് പോയിന്റും നമുക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അപ്പം 30 0 എന്നുള്ള പോയിന്റും നിങ്ങൾ വരക്കുമ്പോൾ കറക്റ്റ് വരക്കണം. 30 0 എന്നുള്ള പോയിന്റും 0 60 എന്നുള്ള പോയിന്റുമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അന്നപ്പോൾ തന്നെ ഈ ഒരു ഇക്വേഷൻ്റെ മേലെ ഏതിൻ്റെ ഇക്വേഷനാണെന്നുള്ളത് കൊടുക്കുക. ഏതായിരുന്നു? 2x1 പ്ലസ് x2 ഈക്വൽ ടു 60. ഓക്കെ, അപ്പോൾ ഒരുപാട് ലൈൻസ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ആ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റും മാർക്ക് ചെയ്യുക, അതേപോലെ തന്നെ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനും അതിൻ്റെ മേലെ തന്നെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2x1 പ്ലസ് x2 ഈക്വൽ ടു 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരച്ചു. അടുത്ത ഏതാണ്? x1 25. x1 25 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? x1 ഈക്വൽ ടു 25, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കൊടുക്കണം. അപ്പോൾ x1 25 എന്ന് പറയുമ്പോൾ എന്താ വരിക? x2ന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും x1ൻ്റെ വാല്യൂവിന് യാതൊരു മാറ്റവും ഇല്ല. x2ന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും x1ൻ്റെ വാല്യൂ എന്താണ്? 25. അപ്പോൾ ഞാൻ x2ന് ഒരു 0 കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, x2 0 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ x1ൻ്റെ വാല്യൂ എന്താണ്? 25 ആണ് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 25 0. ഓക്കെ, ഇനി x2ൻ്റെ വാല്യൂ, ഇപ്പോൾ x1 നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ x2ൻ്റെ വാല്യൂ 30 കൊടുക്കുന്നതാണെങ്കിലും x1ൻ്റെ വാല്യൂ എന്ത് തന്നെ വരിക? 25. അപ്പോൾ എന്ത് വരും? 25 30, ഏതെങ്കിലും രണ്ട് പോയിന്റ് മതി. ഓക്കെ, ഇപ്പോൾ 25 0 25 30.
അപ്പോൾ നമ്മൾ 25 എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണെന്നുള്ളത് ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ 25 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ 25 0. പിന്നെ ഏതാണ് 25 30 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ ഒരു ഇത് മാത്രമാണ് വരുന്നതെങ്കിൽ x1 = 25 എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ആ 25 നമ്മളിവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന് പാരലലായിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്താൽ മതി. ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നു. ഇതാണ് ഏത് വരിക, x1 = 25ൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, 25 0 എന്നുള്ള പോയിന്റിലൂടെ നേരെ സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഈ ഒരു ലൈനിന് പാരലലായിട്ടായിരിക്കും ഏത് വരിക, ഈ ലൈന് വരിക. ഈ ഒരു ലൈനിന് പാരലലായിട്ടാണ് ഈ ലൈൻ വരുന്നത്. x1 = 25. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്താണ് x1 = 25. അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രെയിറ്റ് ലൈന് നമ്മൾ ഇവിടെ ഓൾറെഡി കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്ട്രെയിറ്റ് ലൈനാണ് ഏത് വരുന്നത്, x2 = 35. x2 35ൻ്റെ നമുക്ക് ഗ്രാഫ് വരക്കണം. അപ്പോൾ x2 35 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, x2 ആണ് 35. അപ്പോൾ ഇങ്ങനെ വാല്യൂ വരികയാണെങ്കിൽ x2 35, x1ന് ഏത് വാല്യൂവും കൊടുക്കാം. അപ്പോൾ x2 35 എന്ന് പറയുമ്പോൾ ഗ്രാഫിൽ എങ്ങനെയാണ് വരിക, x2 ആണ് 35. x2 35 എന്ന് പറയുമ്പോൾ ഇത് x1 ആക്സിസ് ആണ്. ഇതാണ് നമ്മൾ x1 ആക്സിസ് വരുന്നത്. ഇതിൽ x2 എന്ന് പറയുന്നത് ആക്സിസ് ഇതാണ്. x2 = 35 ആണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ x2 35 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം 35. ഇതാണ് 35. x2 = 35 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക, ഈ ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലലായിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരിക. x2 35 ഏത് കൊടുത്തു കഴിഞ്ഞാലും നമ്മളെ വാല്യൂ എന്ത് തന്നെ വരുള്ളൂ, 35 വരുള്ളൂ. അതാണ് ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈന് ഏതിന് പാരലായിട്ട്, താഴത്തെ ലൈനിന് പാരലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ പോയിന്റ് എന്തായിരുന്നു, 0 35. ഓക്കെ, 0 35. അതേപോലെ തന്നെ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ മാർക്ക് ചെയ്ത് വെക്കുക. ഇക്വേഷൻ എന്താണ്, x2 = 35. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ഗ്രാഫ് വരക്കുന്നത്. അപ്പോൾ 3 സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ 3 കൺസ്ട്രെയിൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ 3 സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. 2x1 + x2 = 60, x2 = 35, x1 = 25. അപ്പോൾ ഈ ഗ്രാഫിൽ തന്നെ നമ്മളെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ റീജിയൻ മാർക്ക് ചെയ്യണം. റീജിയൻ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഏത് ടൈപ്പാണെന്ന് നോക്കുക. ഇതെന്താണ്, <= ആണ് ഇവിടെ വരുന്നത്. രണ്ടാമത്തെ എന്താണ്, <= മൂന്നാമത്തെ എന്താണ്, >= അതായത് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻറ്റിൻ്റെ ഇക്വേഷൻ നോക്കുക. അപ്പോൾ ഇതെല്ലാം >= ആണ്. അപ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല. അപ്പം 2x1 + x2 = 60. ഇതാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ, ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ. അതിന് രണ്ട് ഭാഗമായിട്ടാണുള്ളത്, ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കുമാണ് വരുന്നത്. ഓക്കെ, താഴോട്ട് വരുന്നതാണ് ഇത് വരിക, >= പോർഷൻ വരിക. ഓക്കെ, മേലോട്ട് പോകുന്ന പോർഷനാണ് ഏത് വരിക, > പോർഷൻ നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ 2x1 + x2 > 60 എന്ന് പറയുമ്പോൾ ഏതാ വരിക, ഈ ഒരു പോർഷൻ ആണ് വരിക. ഓക്കെ, അതേപോലെ x1 > 25, x1 > 25 എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു പോർഷൻ വരും അല്ലേ. > ആണെങ്കിൽ റൈറ്റ് സൈഡ് ആയിരുന്നു. അതേപോലെ തന്നെ x2 = 35 നമുക്ക് കിട്ടി. > എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇതിൻ്റെ താഴോട്ട്. അപ്പോൾ ഈ 3 കൺസ്ട്രെയിൻറ്റും വെച്ചിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഒരു റീജിയൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അതായത് ഷെയ്ഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഇത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഈ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x1 + x2 ≤ 60, അതേപോലെ തന്നെ x1 ≤ 25 ≤ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരും. x2 = 35 എന്നുള്ള ലൈൻ ഇതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? താഴെ വരും. ഓക്കെ, അപ്പോൾ ഈ 3 കൺസ്ട്രെയിൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2ൻ്റെ വാല്യൂൻ്റെ കളക്ഷനാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക? ഫീസിബിൾ റീജിയൻ. അതായത് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത റീജിയനെയാണ് എന്ത് പറയുക? ഫീസിബിൾ റീജിയൻ എന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഏത്? ഫീസിബിൾ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീസിബിൾ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോർണർ പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യണം. കോർണർ പോയിന്റ്സ് പറയുമ്പോൾ ഏതാ വരിക? ഇത് ഒരു കോർണർ, അത് അവിടെ ഒരു പോയിന്റ്, ഒരു കോർണർ പോയിന്റ്. ഇത് 0 0 ആണെന്ന് നമുക്കറിയാം, ഒറിജിൻ അല്ല. അപ്പോൾ 0 0. ഈ ഒരു പോയിന്റ് നമുക്ക് എന്താണെന്നറിയാം? ഈ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്? 25 0. ഈ പോയിന്റ് 25 0. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു പോയിന്റാണ്, കോർണറിലുള്ള പോയിന്റ്. ഇത് 0 35 ആണ്, അത് ഓൾറെഡി നമുക്കതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെയുള്ള കോർണർ ഏതൊക്കെയാണ്? ഇതാണ് ഒരു കോർണർ വരുന്നത്, ഇതും എന്ത് വരും? ഒരു കോർണർ പോയിന്റ്. ഇവിടെ 4 കോർണർ പോയിന്റ്സ് ആണ് വരുന്നത്. ഈ കോർണർ പോയിന്റ്സ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറിലുള്ള പോയിന്റ്സിലായിരിക്കും എന്ത് വരിക? ഒന്നുകിൽ മാക്സിമം വരെ ഏതിലാണ്? കോർണർ പോയിന്റ്സിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കോർണർ പോയിന്റ്സ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് x1 x2നും ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് വരിക എന്നുള്ളതാണ് നമ്മൾ എയിം. അപ്പോൾ ഈ ഓരോ 4 കോർണർ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പേര് കൊടുക്കുകയാണ്. ഇത് O തന്നെ. ഈ ഒരു കോർണർ പോയിന്റ് A ആയിട്ട് കൊടുക്കുക. ഇവിടെ മേലത്തത് B ആയിട്ട് കൊടുക്കുക. ഈ കോർണർ പോയിന്റ് C ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഈ ഒരു കോർണർ പോയിന്റ് D ആണ്. അപ്പോൾ 4 കോർണർ പോയിന്റ്സ് കിട്ടി. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഏത് പോയിന്റിൽ ആണ് നമുക്ക് മാക്സിമം കിട്ടുക? അപ്പോൾ മാക്സിമം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഗ്രാഫെല്ലാം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാഫ് പ്ലോട്ട് ചെയ്തു, ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്തു. ആ ഫീസിബിൾ റീജിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർണർ പോയിന്റ്സ് 4 കോർണർ പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ 4ഉം വരച്ചു. ഓക്കെ, 4 കോർണർ പോയിന്റ്സും നമ്മൾ വരച്ചു വെച്ചു. നെക്സ്റ്റ് ഇനി ഏത് കോർണർ പോയിന്റ് എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ഇത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോർണറും വെച്ചിട്ട് നമ്മളൊരു ടേബിൾ വരയ്ക്കുക. അപ്പം ഈ ടേബിളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തത് പോയിന്റ്. പിന്നെ നമ്മളിവിടുത്തെ കൊടുത്തിരിക്കുന്നത് എന്താ? Z is equal to Z എന്ന് പറയുന്നത് 60. Z-ൻ്റെ വാല്യൂ നോക്കുക. ഇതാണ് Z-ൻ്റെ 60x1 + 40x2. 60x1 + 40x2. അത് ഇവിടെ എഴുതുക. Z equal to 60x1 + 40x2. അപ്പോൾ ആദ്യത്തെ പോയിന്റ് O00, അതായത് ഒറിജിനൽ പോയിന്റ് O00. അപ്പോൾ x1 കാണുന്ന സ്ഥലത്ത് 0 കൊടുക്കുക, x2 കാണുന്ന സ്ഥലത്ത് 0 കൊടുക്കുക.
അതായത് z ഈക്വൽ ടു ഇവിടെ എന്ത് വരും 60 ഇൻറ്റു 0 പ്ലസ് 40 ഇൻറ്റു 0. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടി 0 ആണെന്ന് കിട്ടി. ഓക്കെ, ഇവിടെ 4 കോർണർ പോയിന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ z ഈക്വൽ ടു 60 ഇൻറ്റു 0 പ്ലസ് 40 ഇൻറ്റു 0 ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? ഡിയും അറിയാം, എയും അറിയാം. ഓക്കെ, അപ്പോൾ എന്റെ വാല്യൂ എന്താണ്? എ എന്ന് പറയുന്നത് 30, 0. അല്ല 25 അല്ലേ? 25, 0. പിന്നെ ഇവിടെ കോർണർ പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ബി, സി, ഡി 4 കോർണർ പോയിന്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? z ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു 25 പ്ലസ് 40 ഇൻറ്റു 0. ഇത് കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് 60 ഇൻറ്റു 25ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഇവിടെ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500. ഇനി ബിയും സിയും ഡിയും. ഇപ്പോൾ ബി ഇതാണ്, ബിൻ്റെ നമുക്കറിയില്ല, സിൻ്റെതും അറിയില്ല. ഡിൻ്റെ എത്രയാണ്? 0, 35. ഡിൻ്റെത് 0, 35. ഇപ്പോൾ z ഈക്വൽ ടു എന്ത് വരും? 60 ഇൻറ്റു 0 പ്ലസ് 40 ഇൻറ്റു 35. ഓക്കെ, ഇതും നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1400. ഇനി നമുക്ക് 2 കോർണർ പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബിയും സിയും. അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. അപ്പോൾ നമ്മൾ ബിയും സിയും കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബി ഏതൊക്കെ ലൈൻസ് ജോയിൻ ചെയ്താലാണ് നമുക്ക്, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ബി കിട്ടുന്നത്? ഈ ഒരു x1 ഈക്വൽ ടു 25 എന്നുള്ള ലൈനും ഈ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60. നമ്മൾ ബി കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് ഏത് കണ്ടുപിടിക്കണം? ടു ഫൈൻഡ് ബി എന്നുള്ള കോർണർ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് 2 പോയിന്റ്സ് ടച്ച് ചെയ്താലാണ്, 2 പോയിന്റ്സ് ഇൻ്റർസെക്റ്റ് ചെയ്താലാണ് ബി കിട്ടുന്നത് നോക്കുക. അപ്പോൾ ഈ 2 എണ്ണമാണ്. 2x1 പ്ലസ് x2 ഈക്വൽ ടു 60, x1 ഈക്വൽ ടു 25. 2x1 പ്ലസ് x2 ഈക്വൽ ടു 60, x1 ഈക്വൽ ടു 25. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻ ഇൻ്റർസെക്റ്റ് ചെയ്താലാണ് നമുക്ക് ഏത് വരുന്നത്? ബി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യലാണ് നമ്മളെ എയിം. നിങ്ങൾ ബി എൻ തമ്മിൽ ഇത് സോൾവ് ചെയ്യുന്ന കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതിൽ x1 ഈക്വൽ ടു 25ൻ്റെ വാല്യൂ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? 2 ഇൻറ്റു 25 പ്ലസ് x2 ഈക്വൽ ടു 60. അപ്പോൾ 50 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 60. അപ്പോൾ x2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 60 മൈനസ് 50 ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ x1 ഓൾറെഡി എത്രയാണ്? 25 ആണ്. x2ൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. അപ്പോൾ നമ്മൾ ബിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? 25, 10. ഓക്കെ, അത് നമ്മളിവിടെ കൊടുക്കുക. ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25, 10 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡിൻ്റെ വാല്യൂ എന്ത് വരും? 60 ഇൻറ്റു 25 പ്ലസ് 40 ഇൻറ്റു 10. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1900. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഏത് കോർണർ പോയിന്റ് ഉണ്ട്? സി എന്നുള്ള കോർണർ പോയിന്റ് ഉണ്ട്. അപ്പോൾ സി നമ്മൾ ഏതൊക്കെ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുക നോക്കുക. സി കിട്ടുന്നത് ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. ആ ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഏത് നമുക്ക് കണ്ടുപിടിക്കണം? കോർണർ പോയിന്റ്. ടു ഫൈൻഡ് ദി കോർണർ പോയിന്റ് സി, we have to solve
ടു ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 എന്നുള്ള ഇക്വേഷനും അതേപോലെ തന്നെ ഇതും x2 ഇസ് ഈക്വൽ ടു 35 എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യാൻ ഇത് രണ്ട് ഇക്വേഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ ഓഫ് 2 ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2x1 പ്ലസ് 35 ഈക്വൽ ടു 60. ഇതിൻ്റെ നമുക്ക് എന്ത് വരും? 2x1 ഈക്വൽ ടു 60 മൈനസ് 35. ഓക്കെ, 60 മൈനസ് 35 എന്താ വരിക? 25. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് x1ൻ്റെ വാല്യൂ എന്ത് വരും? x1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25/2 ആണ്, അതായത് 12.5 വരും. അപ്പം നമ്മളെ പോയിന്റ് ഏതാ വരിക? ആദ്യം നമ്മൾ x1 ആണ് എഴുതേണ്ടത്. x1 എന്താണ്? 12.5. x2 എന്ന് പറയുന്നത് എന്ത് വരും? 35. ഓക്കെ, അതാണ് നമ്മുടെ സി വരുന്നത്. അതിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി എന്ന് പറയുന്നത് 12.5ഉം 35. അപ്പോൾ z is equal to എന്ത് വരും? 60 ഇൻറ്റു 12.5 പ്ലസ് 40 ഇൻറ്റു 35. ഓക്കെ, ഇത് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇതിന് വാല്യൂ എന്താ വരിക? 2150. നമ്മൾ കാൽക്കുലേറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0, 1500, 1900, 2150, 1400 ഇത്രയും 5 വാല്യൂസാണ് നമുക്ക് വരുന്നത്. ഈ കോർണർ പോയിന്റ്സിൽ മാത്രമേ നമുക്ക് ഒപ്റ്റിമം സൊല്യൂഷൻ വരുള്ളൂ. അതായത് മാക്സിമം സൊല്യൂഷൻ കോർണർ പോയിന്റ്സിലാണ് നമുക്ക് വരിക. ഇതിൽ നമ്മൾ അതിന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? മാക്സിമൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മാക്സിമം ഏതാ വരുന്നത് നോക്കുക. ഇതിൽ മാക്സിമം വാല്യൂ ഏതാണ് വരുന്നത്? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2150 ആണ്. മാക്സിമം വാല്യൂ, അതായത് ഇതാണ് മാക്സിമം വാല്യൂ 2150 ആണ്. ഏത് പോയിന്റിൽ? 12.5, 35. അപ്പോൾ ഇതാണ് നമ്മൾ സൊല്യൂഷൻ വരിക. ഓക്കെ, ദാറ്റ് ഈസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? വാല്യൂ ഓഫ് z ഈസ് മാക്സിമം. z മാക്സിമം എപ്പോഴാണ് വരുന്നത്? ദി വാല്യൂ ഓഫ് z ഈസ് മാക്സിമം when x1 equal to 12.5 and x2 is equal to 35. That is at the point. ഏത് പോയിന്റിലായിരുന്നു? C എന്നുള്ള കോർണർ പോയിന്റിൽ, at the point C. And the value is, വാല്യൂ എന്താ വരിക? വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2150 ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ സൊല്യൂഷൻ വരിക. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് നമ്മൾക്ക് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മൾ എയിം. അപ്പോൾ ഇവിടെ x1ൻ്റെ വാല്യൂ 12.5ഉം x2ൻ്റെ വാല്യൂ 35ഉം ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു മെത്തേഡാണ് ഏത് വരിക? ഗ്രാഫിക്കൽ മെത്തേഡ്. ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഇവിടെ ഒരു ലൈന് വന്നിട്ടുണ്ട്, ഫ്ലാറ്റ് ലൈൻ. ഓക്കെ, ഇതാണ് നമ്മൾ കേസ് വരുന്നത്. 2x1 plus x2 equal to 60, x2 equal to 35, x1 equal to 25. Okay, thank you.